ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിന്റെ അന്വേഷണം പണം വാങ്ങി അട്ടിമറിച്ചതായി ആരോപണം. കേസിന്റെ തുടക്കത്തിൽ ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി അന്വേഷണ ഉദ്യോഗസ്ഥർ പണം വാങ്ങി അട്ടിമറിച്ചുവെന്ന് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീണാണ് ന്യൂസ് 8 വെളിപ്പെടുത്തിയത്. ആലപ്പുഴ SP ആയിരുന്ന S. സുരേന്ദ്രൻ മുതൽ കുത്തിയതോട് SHO ഷാജിമോൻ വരെയുള്ളവർക്കെതിരെയാണ് വെളിപ്പെടുത്തൽ. അന്വേഷണം അട്ടിമറിച്ചത് കൂടാതെ പണം വാങ്ങി എങ്ങനെ അന്വേഷണ സംഘത്തെ അഭിമുഖീകരിക്കണമെന്ന നിർദ്ദേശവും അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതി സെബാസ്റ്റ്യന് നൽകി. സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണമെന്നും അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ ന്യൂസ് 8 പറഞ്ഞു. ഇത് ഈ ആദ്യ ഇനിഷ്യൽ സ്റ്റേജിൽ ഹോം ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തൊരു പരാതി, അതിന്റെ തപാൽ വകുപ്പ് പ്രകാരമൊക്കെ ഉള്ള കാലതാമസമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനകത്ത് ഞാൻ കിടക്കുന്നില്ല. ഇത് ഞാൻ തന്നെയാണ് ഇതെന്തായെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറ്റിയോട് CI ഒക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറ്റിയോട് CI എന്റെ കയ്യിൽ ബൈ ഹാൻഡായിട്ട് തന്ന് ഞാൻ പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ തന്നെ കൊണ്ട് അന്നത്തെ SHOയ്ക്ക് കൊടുക്കുകയാണ്. അന്നത്തെ SHO ഇപ്പൊ സർവീസിലുണ്ടായിരിക്കണം, ഷാജിമോൻ സാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്നത്തെ ഒരു SHO വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ അട്ടിമറിക്കപ്പെടുമെന്ന് ഞാൻ അദ്ദേഹത്തെ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല. അതിനൊക്കെ മേളിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അന്ന് കൊണ്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ആ പെറ്റീഷനിൽ എന്താണ് പറഞ്ഞിരുന്നത്? വെറുതെ എന്റെ പെങ്ങളെ കാണാതെ പോയെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞു, കാണാതെ പോയി അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാൾ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തിയെ സംശയിക്കാനുള്ള കാര്യങ്ങൾ എന്താ? അവിടെ ഞങ്ങൾ വീട്ടിൽ പോയി പുള്ളി പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കള്ളമാണ്. അതീ പറയുന്നുണ്ട്. ഈ മനോജിന്റെ ഈ ഓട്ടോറിക്ഷക്കാരൻ മനോജിന്റെ കാര്യം ഇപ്പൊ കൂടി വന്നു വെച്ചത് ഇന്നലെ ബിന്ദു വന്നു 500 രൂപ വന്നിട്ട് പോയി എന്ന് പറയുന്നു. ഇതൊക്കെ എല്ലാം കള്ളം. എവിടുന്ന വന്നേ അറിയില്ല, ഫോൺ നമ്പർ ഇല്ല, പല കാര്യങ്ങളും കളപ്പില്ല. അതിലുപരി എടപ്പള്ളിയിലെ സ്ഥലം മറിച്ചു വിറ്റ ആധാരത്തിന്റെ കോപ്പി, ആധാരത്തിന്റെ ആധാര നമ്പർ, ഈ ആരാണ് പകരക്കാരിയായിട്ട് വന്ന സ്ത്രീ ജയ താമസിക്കുന്നത് കടക്കരപ്പള്ളി കുറുപ്പങ്ങര ജംഗ്ഷന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു, ആളെവിടെയുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ 7 പേജുള്ള ഒരു പെറ്റീഷൻ, ഒരു ലേഡി മിസ്സിംഗ് കേസാണ്. ഞാൻ നേരിട്ട് ബൈഹാന്റെ SHOയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് 70 ദിവസം കഴിഞ്ഞാണ് FIR ഉള്ളി FIR. ഒരു മാൻ മിസ്സിംഗ് കേസിന്റെ, ലേഡി മിസ്സിംഗ് കേസിന്റെ FIR 70 ദിവസം കഴിഞ്ഞു. അതിൽ തന്നെ ഇല്ലേ? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അതിൽ തന്നെ ഇല്ല. ഇത് എന്തോ ഒരു ഇൻക്രിമെന്റിന്റെ വിഷയമൊക്കെ പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത് ഞാൻ പറയുന്നത് കേട്ടോ. അതൊക്കെ അതിനും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ മേളിൽ നിന്നോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പേരൊക്കെ പതുക്കെ പുറത്ത് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതില് മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞ് 6.5 മാസം കഴിഞ്ഞാണ് സെബാസ്റ്റ്യനെ ഈ ഫോർജറി കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ അഴിമതി പൈസ വാങ്ങി എന്ന് മാത്രമല്ല, ട്യൂഷനും എന്തൊക്കെ പറയണം, എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി വ്യക്തമായ അന്വേഷണം വേണം. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മിനിസ്റ്ററുമായിട്ടൊക്കെ സംസാരിച്ചു. ഞങ്ങൾ ആ രീതിയിൽ തന്നെ ആദ്യം കോടതി മുഖാന്തരം അല്ലാതെ പിന്നെ ക്യാബിനറ്റിന്റെ രീതിയിൽ എന്തെങ്കിലും നടക്കുമെന്നുള്ള കാര്യങ്ങൾ നോക്കണം. അതിനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ അന്വേഷണം പോകുന്നതിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇത് എന്തായാലും വേണം. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ 8 വർഷമായി ഞാൻ ഇതിൽ പറയും, അതിലൊരു DYSP ഞാൻ മനസ്സിലാക്കിയത് 16 പ്രാവശ്യം സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു, കിട്ടില്ല. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് എന്താ കുഴപ്പം? അവരൊക്കെ വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരാണല്ലോ. അവരൊന്നും വിചാരിച്ചിട്ട് എന്താ ഒന്നും മിണ്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യം? അന്നത്തെ കോച്ചിങ് ട്യൂഷൻ കൊടുത്ത് ഡീസന്റ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ് ഇപ്പം. അന്ന് അതൊരു ചെറിയ കാര്യമാണോ? ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, പതിറ്റാണ്ടുകൾക്ക് മുൻപ് കാണാതായ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീണിന്റെ ആരോപണം ഏറെ ഗുരുതരമാണ്. പ്രത്യേകിച്ചും പോലീസിനെതിരെ, അന്നത്തെ SP S. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ആരോപണം. തന്റെ സഹോദരിയുടെ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഒരു സ്ത്രീയെ കാണാതായി എന്ന് പറഞ്ഞ് കുടുംബം പരാതി നൽകിയിട്ട്, സഹോദരൻ പരാതി നൽകിയിട്ടും FIR രജിസ്റ്റർ ചെയ്തത് 70 ദിവസങ്ങൾക്ക് ശേഷമാണ്. നമുക്കറിയാം, അത്ര വലിയ പിടിപാടോ ബന്ധങ്ങളോ ഉന്നത സ്വാധീനമോ ഒന്നും ഉള്ള വ്യക്തിയല്ല സെബാസ്റ്റ്യൻ. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിക്ക്, ഒരു സാധാരണക്കാരനായ സെബാസ്റ്റ്യന് വേണ്ടി ആരാണ് ഇടപെട്ടത്? എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് പോലീസ് ആ കേസ് അട്ടിമറിച്ചതെന്ന കാര്യത്തിൽ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരണം. ഈ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് സഹോദരൻ പ്രവീണിൻ്റെ നീക്കം? കാരണം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്.
സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ, ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചില്ലെങ്കിൽ എന്തായിരിക്കും ഈ ബിന്ദുവിൻ്റെ സഹോദരൻ്റെ നീക്കങ്ങൾ? ടോമെ, സെബാസ്റ്റ്യന് ഈ കാലഘട്ടത്തിൽ, അതായത് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാലഘട്ടത്തിൽ സെബാസ്റ്റ്യന് പണമുണ്ട് എന്നതിനപ്പുറത്തേക്ക് സെബാസ്റ്റ്യനേക്കാൾ സ്വാധീനമുള്ള കുടുംബമായിരുന്നു ബിന്ദു പത്മനാഭൻ്റെത് എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലൊരു പരാതി ആഭ്യന്തര വകുപ്പിന് ആ കുടുംബം കൈമാറുകയും അവിടുന്ന് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു ഫയൽ നമ്പർ ഇട്ട് വരികയും ചെയ്ത ആ ഒരു പരാതിയിന്മേൽ പിന്നീട് ആലപ്പുഴയിലേക്ക് എത്തിയപ്പോൾ സംഭവിച്ച ലാഗാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ആദ്യം അന്ന് കുത്തിയതോട് സിഐയുടെ അണ്ടറിലാണ് പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ വരുന്നത്. കുത്തിയതോട് എസ് പിക്ക് വന്നു, കുത്തിയതോട് സിഐക്ക് വന്നു. കുത്തിയതോട് സിഐയുടെ കയ്യിൽ നിന്നും ബൈ ഹാൻഡ് ആയിട്ട് തന്നെ, അതായത് ഇനി പോസ്റ്റലിന്റെ വൈകലുകൾ വേണ്ട എന്ന് ചൂണ്ടിക്കാട്ടി ബൈ ഹാൻഡ് ആയിട്ടാണ് കൊണ്ടുവന്ന് അത് പട്ടണക്കാട് SHOയ്ക്ക് കൊടുത്തത് എന്നുള്ളതാണ് പ്രവീൺ വ്യക്തമാക്കുന്നത്. അതിനുശേഷം, അതായത് അങ്ങനെ ഒരു പരാതി പ്രവീൺ നൽകുമ്പോൾ പോലും ആ പരാതിയുടെ ഒരു ഗൗരവ സ്വഭാവം പ്രവീൺ ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് സ്വന്തം പെങ്ങളെ കാണാനില്ല എന്ന് മാത്രമല്ല, അവരുടെ മേലുള്ള അവരുടെ അവകാശപ്പെട്ട കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ പല രീതിയിൽ വ്യാജ രേഖകൾ ചമച്ച് വ്യാജ വ്യക്തികളെ കൊണ്ടുവന്ന് വ്യാജ പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ച് സെബാസ്റ്റ്യൻ എന്ന വ്യക്തി തട്ടിയെടുത്തിരിക്കുന്നു. അത് മാത്രമല്ല, ഈ ഇടപ്പള്ളിയിലെ കോടികൾ വിലമതിക്കുന്ന സ്വത്തിന്റെ രജിസ്ട്രേഷന് വേണ്ടി ഈ പറഞ്ഞ ബിന്ദു പത്മനാഭന് പകരം ജയ എന്ന സ്ത്രീ, പുല്ലുകളങ്ങര സ്വദേശിയായ ജയ എന്ന വ്യക്തിയാണ് പോയി സൈൻ ചെയ്തിരിക്കുന്നതെന്നും അവരുടെ വീട് ഇന്നടുത്താണ് എന്ന ഉൾപ്പെടെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു പരാതി. അതായത് ആ ഒരു പരാതിയുടെ സ്വഭാവം പരിശോധിച്ചാൽ തന്നെ അത് ഗൗരവകരമാണ്. ഒപ്പം തന്നെ അവരുടെ സഹോദരി ജീവനോടെ ഉണ്ടോ എന്നുള്ള സംശയം, കാരണം ഇത്രയധികം സ്വത്തുക്കൾ തട്ടിയെടുത്തു കഴിഞ്ഞല്ലോ, ഉണ്ടോ എന്നുള്ളൊരു സംശയവും ആർക്ക് വേണമെങ്കിലും നിഴലിക്കാം. പക്ഷേ അങ്ങനെ ഒരു പരാതിയിന്മേൽ കുത്തിയതോടെ പോലീസ് SHOയ്ക്ക് ഷാജിമോൻ ലഭിച്ച പരാതി, അദ്ദേഹമായിരുന്നു തുടക്കത്തിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ. അത് പട്ടണക്കാട് SIയുടെ കയ്യിലേക്ക് വന്നപ്പോൾ 70 ദിവസമാണ്, അതായത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നമ്പർ ഇട്ട് വന്നൊരു പരാതി ഇവിടെ FIR ഇടാൻ 70 ദിവസം വേണ്ടി വന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ കേസിന്റെ തുടക്കം മുതലുള്ള പാളിച്ചകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം പ്രവീൺ പറയുന്നത് പ്രകാരമാണെങ്കിൽ 6.5 മാസത്തിന് ശേഷമാണ് സെബാസ്റ്റ്യനെ, പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചേർത്തല DYSP ആയ AG ലാൽ ആയി മാറുന്നു. ഇതിനെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ട് നേരത്തെ മോൻസ് മാവുങ്കൽ കേസിലൊക്കെ ആരോപണ വിധേയനായിട്ടുള്ള ജില്ലാ പോലീസ് മേധാവി അന്ന് SP സുരേന്ദ്രനാണ് എന്നുള്ളതാണ്. അത്രയും ആളുകളിലേക്ക് ഈ സാധനം വരികയും AG ലാലിലേക്ക് അന്വേഷണം വന്നതിന് ശേഷം 16 തവണയിലേറെ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്നുള്ളതാണ് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ വ്യക്തമാക്കുന്നത്. ഈ 16 തവണയും ഇത്രയധികം ഡോക്യുമെന്റ്സുകൾ കൊടുത്തിട്ടും സംശയാസ്പദമായ ഒന്നും പോലീസിന് തോന്നിയില്ല എന്നുള്ള ആർക്കും കേട്ടാൽ അവിശ്വസനീയമായി തോന്നുന്ന മറുപടിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നീട് പോലീസ് പറയുന്നു സെബാസ്റ്റ്യൻ ഒളിവിലേക്ക് പോകുന്നു, കാണാനില്ല എന്നുള്ള വിവരമെന്നു. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭന്റെ ഇടപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ വ്യാജ പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി തന്റെ പേരിലേക്ക് മാറ്റി ആ പണത്തിന്റെ ഉടമയായാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. സെബാസ്റ്റ്യനെ കയ്യിൽ കിട്ടിയത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനായി പോലീസിന് കഴിഞ്ഞു എന്നുള്ള ആരോപണം ശക്തി പകരുന്നതിനിടയിൽ ആക്ഷൻ കൗൺസിൽ അടക്കം രൂപേഷ് അടക്കമുള്ള ആളുകൾ അത് ഉന്നയിച്ചിരുന്നു. അതിന് കൂടുതൽ ശക്തി പകരുന്ന രീതിയിലാണ് അനുഭവസ്ഥനായ പരാതി നൽകിയ പ്രവീൺ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും അത് തന്നെയാണ്. കാരണം ശരണ്യ സൂചിപ്പിച്ച പോലെ അന്ന് ഈ ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇതുപോലുള്ള കൂട്ടക്കൊലപാതകങ്ങൾ അരങ്ങേറില്ലായിരുന്നു, അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുടെ തിരോധാനങ്ങൾ സംഭവിക്കില്ലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ശരണ്യ സഹജ് തന്നെയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഓരോ ലീഡ് നൽകിയത്. കാരണം ഐഷയുടെ തിരോധാനം, സിന്ധുവിൻ്റെ തിരോധാനം, ഏറ്റവും ഒടുവിൽ ജൂലിയുടെ, അതായത് ഈ സെബാസ്റ്റ്യൻ്റെ മുൻ പെൺസുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ നിന്നിരുന്ന ജൂലിയുടെ തിരോധാനം ഇവിടം വരെ എത്തിയിരിക്കുന്നു. അതായത് 5 പേരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുകൾ, വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോന്നും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. ജൂലിയെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? ജൂലി എവിടെ ആണ് എന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ആ കേസുമായി ബന്ധപ്പെട്ട നടപടി എവിടം വരെ എത്തിയിട്ടുണ്ട് ശരണ്യ?
അതിലേക്കൊന്നും ടോമെ അന്വേഷണ സംഘം ഇതുവരെ പോയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം അവർ പ്രാഥമികമായി മാത്രം ഒന്ന് അന്വേഷിച്ചു വിട്ടതിൽ ജൂലി എപ്പോഴോ, അതായത് 2 വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ കോടതിയിൽ ഒന്ന് ഹാജരാകുന്നതിന് വേണ്ടി ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം മാത്രം, അത്തരം ഒരു സ്ഥിരീകരണം മാത്രമാണ് അവർക്കുള്ളത്. അതിനപ്പുറത്തേക്ക് നിലവിൽ ആ സ്ത്രീയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് ഒരു അന്വേഷണ പരിധിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവരുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ അന്വേഷണം, അത് ഇവരുമായി ബന്ധപ്പെട്ടവരെല്ലാവരും സംശയത്തിന് നിഴലിലേക്ക് പോകേണ്ട ആളുകളാണ്. കാരണം കണ്ണിന്റെ മുന്നിൽ നിന്നാണ് 4 സ്ത്രീകൾ തിരുവഴയിൽ ചേർത്തലയിൽ നിന്നും കാണാതായത്. ജൈനമ്മയുടെ കേസ് വന്നപ്പോൾ മാത്രമാണ് ചേർത്തലയിൽ കോട്ടയം ടീമിന്റെ അവരുടെ എഫേർട്ടിന്റെ ഭാഗമായി മാത്രമാണ് ഇങ്ങനെ ഒരു സെബാസ്റ്റ്യൻ എന്നുള്ള ഒരു കൊടും ക്രിമിനലായ വ്യക്തിയുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരുന്നത്. അതുവരെ സെബാസ്റ്റ്യൻ സംശയത്തിന്റെ നിഴലിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അതിൽ തന്നെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഈ കേസുകളൊന്നും തന്നെ ഗൗരവം ഉള്ള രീതിയിൽ അന്വേഷിക്കപ്പെട്ടിട്ടില്ല. ഐഷ തിരോധാനത്തിലേക്ക് പോകുമ്പോൾ ഐഷയുടെ പേരിൽ തന്നെയാണെങ്കിലും നമ്മൾ വ്യക്തമാക്കുന്ന കാര്യം, ഐഷയുടെ കാര്യത്തിൽ റോസമ്മ എന്ന കഥാപാത്രത്തെ നമ്മൾ ന്യൂസ് 18 തന്നെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഗൗരവമുള്ള ഒരു വിഷയം അതിനകത്തുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് വരികയും ഐഷ കേസും തിരുവിഴയിലെ സിന്ധുവിന്റെ കേസും റീഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രീകളൊന്നും എവിടെ പോയി, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മാത്രമല്ല, വരുമാനങ്ങൾ ഉണ്ടാക്കിയിരുന്ന സ്ത്രീകളാണ്, കുടുംബത്തിന്റെ നെടുന്തൂണുകളായിരുന്ന ആളുകളാണ്. പക്ഷെ ഇവർക്കൊന്നും ചോദിക്കാൻ ആരുമില്ലാത്ത, വളരെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ ടാർഗറ്റഡ് ആയിട്ട് ആളുകളെ കൊണ്ടുപോകുന്നു. ഒപ്പം ഈ ബിന്ദുവിന്റെ ബ്രദർ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട, അതായത് ഈ 16 തവണ ഡിവൈഎസ്പി സെബാസ്റ്റ്യനെ കാണുമ്പോഴും അതിനുശേഷം ഇന്നത്തെ അന്വേഷണ സംഘം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? സെബാസ്റ്റ്യനിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നേയില്ല. അയാൾ വളരെ ട്രെയിൻഡ് ആണ് എന്നുള്ളതാണ് സഹോദരൻ പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴ ചേർത്തലയിലെ ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി സഹോദരൻ രംഗത്തെത്തിയത്. പോലീസ് പണം മേടിച്ച് ഈ കേസ് അട്ടിമറിച്ചു തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇയാൾ പരാതി നൽകിയിട്ടുണ്ട്, സഹോദരൻ പരാതി നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ, ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ സഹോദരന്റെ നീക്കം.